പഴയ വിലയിൽ നിന്ന് ഏകദേശം ഒരു 17,000 രൂപ ഓൺ റോഡ് പ്രൈസ് വില കുറച്ച് ഈ വണ്ടി മേടിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡൊക്കെ എടുക്കുന്നവർക്ക്, ഒരു ക്ലാസിക് 350 ഒക്കെ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വാഹനമായിട്ട് നമ്മുടെ സ്പീഡ് 400 മാറി. ഇപ്പം 400 എന്ന് പേരേ ഉള്ളൂ, ചെറിയ പവറിൽ വേരിയേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ GSTയുടെ ഒരു പുതിയ നിയമം വന്നായിരുന്നു ഒരു 6 മാസം മുമ്പ്. നമുക്കൊരു 400cc ഒക്കെ ഉള്ള വണ്ടികൾ 28% GST ആയിരുന്നു. പക്ഷേ 350 വരെ ആണെങ്കിൽ അത് 18% നല്ലൊരു പ്രൈസ് ചേഞ്ച് വരുന്നു. ബൈക്കിൻ്റെ കാര്യത്തിൽ 17,000 എന്ന് പറഞ്ഞാൽ വലിയ ഫിഗർ തന്നെയാണ്. കാറിൻ്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ 17,000 വലിയൊരു എമൗണ്ട് അല്ല. 2,32,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പല വേരിയൻ്റ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പം ആക്ച്വലി നമ്മൾ ചെന്നൈയിലാണ്, ചെന്നൈയിൽ ഇതിൻ്റെ റൈഡ് ഇവൻറ്റ് നടക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വേരിയൻ്റ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒന്ന് കാണിച്ചു തരാം. ട്രാക്കർ 400 എന്നാണ് അതിൻ്റെ പേര്. കുറച്ചുകൂടെ രസകരമായിട്ട് ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ തന്നെ പുതിയൊരു വേരിയൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ രസകരമായിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് റൈസ് ഒക്കെ താല്പര്യപ്പെടുന്നവർക്ക് പറ്റിയൊരു വാഹനം, ആ ഒരു കൺസെപ്റ്റിലാണ് ആ ഒരു വാഹനം പുറത്തിറക്കി. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ആദ്യത്തെ കാര്യം, GST ബെനിഫിറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി കമ്പനി കുറച്ച് പണിയെടുത്തു. എന്നാലും 400cc 350 ആക്കാൻ പറ്റത്തുള്ളൂ. സ്ട്രോക്കിനകത്തൊക്കെ വേരിയേഷൻ കൊണ്ടുവന്ന് പവർ ഫിഗർ കുറച്ചൊന്ന് ഡൗൺ ആക്കി. കാര്യമായ ഡൗണൊന്നും ഫീൽ ചെയ്യില്ല. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. അപ്പോൾ ചെന്നൈയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്, രക്ഷയില്ല. ഓടിച്ചൊന്ന് തണൽ കിട്ടിയപ്പോൾ ഒന്ന് നിർത്തി വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ മതി. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ നേരത്തെ 40 bhp ആയിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്ത് 37ലേക്ക് കൊണ്ടുവന്നു. ടോർക്ക് നോക്കുകയാണെങ്കിൽ 37.5 ആയിരുന്നു, അത് 35.5ലേക്ക് കൊണ്ടുവന്നു. RPMലും ചെറിയൊരു 500 ഒക്കെ RPM വേരിയേഷൻസ് വണ്ടിക്ക് ടോട്ടലി വന്നു. ആ സ്ട്രോക്കിൻ്റെ വേരിയേഷൻസിൽ വന്ന ഡിഫറൻസ് ആണ് ആ കാര്യം. അതാണ് ഒരു പ്രൈമറി കാര്യം. പിന്നെ സ്പീഡിൽ ഓടിക്കാൻ അത്യാവശ്യം പറ്റിയ വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് റൈഡ് ഇവൻറ്റ് 2023 റൈഡ് ഇവൻറ്റിൽ അത്യാവശ്യം നല്ല രസകരമായിട്ട് അത്യാവശ്യം നല്ല ലോങ് ഈ വണ്ടി ഓടിച്ചു. പൂനെ ടു മുംബൈ ഓടിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 148 ആയിരുന്നു ഇതിൻ്റെ ഹയർ സ്പീഡെങ്കിൽ ഇപ്പം 1 കിലോമീറ്ററോളം സ്പീഡിനകത്ത് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പവറിൽ വന്നിരിക്കുന്ന വേരിയേഷൻ കാരണം ചേഞ്ച് ആയതാണ്. പക്ഷെ നമുക്ക് നോർമൽ റൈഡിൽ അത് നമ്മളെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. പിന്നെ എക്സോസ്റ്റ് നോട്ട്, ഇപ്പോൾ എല്ലാവരും ഈ ഒരു ചേഞ്ച് വന്നപ്പോൾ എക്സോസ്റ്റ് നോട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് വിചാരിക്കും. അങ്ങനെ കാര്യമായ ചേഞ്ച് എക്സോസ്റ്റ് നോട്ടിലൊന്നും വന്നിട്ടില്ല. പിന്നെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഭയങ്കര വൈബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ നമ്മൾ ഒരുപാട് നേരം ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അക്കാര്യം തന്നെ അതെല്ലാം നിലനിർത്തി ആ ഒരു മാർവലസ് എഞ്ചിനീയറിംഗ് എല്ലാം നിലനിർത്തി തന്നെയാണ് ട്രയംഫ് ഇത്തവണയും ആ ഒരു ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി നമ്മൾ എടുക്കുന്ന അറിയാലോ, ഒരു പ്രൈഡാണ്, ഒരു ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വണ്ടിയുടെ റൈഡും അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഒക്കെ ചെയ്തായിരുന്നു. അതിൽ നിന്ന് യാതൊരു മാറ്റവും ടെക്നിക്കലിയും കൊണ്ടുവന്നിട്ടില്ല. ടെക്നിക്കലി നമ്മൾ നേരത്തെ എഞ്ചിനിൽ മാറ്റം വന്നു, ഫീച്ചേഴ്സിനകത്ത് ഒരു ചേഞ്ചസ് കൊണ്ടുവന്നില്ല. പ്രൈസ് ഡ്രോപ്പ് വന്നു, ചേഞ്ചസ് ഒന്നുമില്ല. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നി. കാരണം ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ അറിയാലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിർത്തിയിരിക്കുന്നു. പുതിയൊരു വേരിയൻറ്റ് കൊണ്ടുവന്നു, അത് കുറച്ചുകൂടി രസകരമായി, എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആ ഒരു വേരിയൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പീഡ് 400 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ സെല്ല് ചെയ്യുന്നൊരു വണ്ടിയാണ്. അഡ്വഞ്ചർ നമുക്ക് എല്ലാവരും എടുക്കുന്ന ഒരു വേരിയൻ്റ് അല്ല. കാരണം കുറച്ചുകൂടെ ഓഫ് റോഡൊക്കെ പോകാൻ താല്പര്യമുള്ളവർ, പിന്നെ ആ ഹൈറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് കൂടുതൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുന്നത്. ഇതിൻ്റെ ആക്ച്വലി സീറ്റ് ആയിട്ട് നമുക്ക് ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും വലിയ പ്രശ്നമില്ലാതെ കംഫർട്ടബിളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു 803 mm ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ റോഡിനെല്ലാം പറ്റുന്നതാണ്. ഏകദേശം 164 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് 179 കിലോ ആണ്. നേരത്തെ നിന്ന് ചെറിയൊരു വെയിറ്റിന് ചേഞ്ച് വന്നു വെച്ചാൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ബാക്കി ലെങ്ത്, വിഡ്ത്ത്, അതുപോലെ വീൽ ബേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു മാറ്റമില്ല, പഴയപടി തന്നെ തുടരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഓരോ എലമെൻറ്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അപ്പിയറൻസ് ഇതാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. LED ഹെഡ്ലാമ്പ് DRL വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം രസകരമായിട്ടുണ്ട് മഡ് ഗാർഡ്. അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അടിയാണ്. അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്, ഒരു ഗോൾഡൻ കളേഴ്സാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. വീല് വരുമ്പോഴത്തേക്ക് നമുക്ക് 17 ഇഞ്ചാണ്, 110/80 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. അലോയ് ആണ്. നമുക്ക് എക്സിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് എല്ലാം നോർമൽ റിമായിരിക്കും വരിക. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് 300 mm ആണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 280. ഇതാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ വലിപ്പം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിട്ടുന്നത്. എഞ്ചിൻ 350cc ആക്കി. എഞ്ചിൻ്റെ വലിപ്പത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എക്സോസ്റ്റും അത് തന്നെ, എക്സോസ്റ്റ് നോട്ടും അത് തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓരോരോ എലമെൻറ്റും അത്യാവശ്യം നല്ല രസകരമാണ്. ആക്ച്വലി ഈ ഒരു വെഹിക്കിൾ തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇതിനകത്ത് വന്നിട്ടില്ല. ആക്ച്വലി ട്രയംഫ് പറഞ്ഞ ബ്രാൻഡിന് നമുക്കൊരു 400cc, ഇപ്പോൾ ഒരു 350cc തൊട്ട് 2200cc വരെയൊക്കെയുള്ള, 2200 അതിന് മേളിലുണ്ടെന്ന് തോന്നുന്നു. അത്രയും വലിയ എഞ്ചിൻ വരെയുള്ള ഒരു ബ്രാൻഡാണ് ട്രയംഫ് എന്ന് പറയുന്നത്. ഇത് സ്പീഡ് 400 എന്ന ബാഡ്ജിങ് ആണ്. ഇത് പിന്നെ 400X വരുമ്പോഴത്തേക്ക് 400Xൻ്റെ ബാഡ്ജിങ് കിട്ടും. പിന്നെ ഈ ഒരു എലമെൻറ്റും കണ്ടല്ലോ, അത്യാവശ്യം നല്ല എല്ലായിടത്തും ട്രയംഫിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലത്ത്, ഒരു 10-16 സ്ഥലത്ത് ട്രയംഫിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സോസ്റ്റ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. നമുക്ക് റൈഡ് ക്വാളിറ്റി ഉള്ള സസ്പെൻഷനാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ലോങ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുള്ള സസ്പെൻഷനാണ്. 17 ഇഞ്ച് തന്നെയാണ് വീൽ പ്രൊഫൈൽ വരുന്നത്. അതുപോലെ 150/70 ആണ് ടയർ. കുറച്ചുകൂടെ വീതി കൂടിയ ടയറാണ് ബാക്കിൽ കൊടുത്തത്. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടെയിൽ ലൈറ്റ് കാണാം.
ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഒരു വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്, ക്ലിയർ വിഷൻ ആണ്, റിഫ്ലക്ടർ, നമ്പർ പ്ലേറ്റിൻ്റെ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്ന വണ്ടി കുറച്ചുകൂടെ നീളം ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ. അത്യാവശ്യം റിഫൈൻഡ് ആണ് വണ്ടി. അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നാറ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അതുകൊണ്ട് ഹാൻഡിലൊക്കെ അത്യാവശ്യം വൈഡറാണ്, നമുക്ക് ലോങ് ട്രാവലിന് പറ്റുന്ന രീതിയിലാണ് ഹാൻഡിൽ പൊസിഷൻ. മിറർ എൻഡിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് അതുവഴി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എഞ്ചിൻ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് പവർ ചെയ്യുന്നത്. പിന്നെ ട്രൈമിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പോസ്, ഹൈ ബീം, ലോ ബീം, നമ്മുടെ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്രയാണ് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലച്ച് ഇതാണ് ക്ലച്ചിൻ്റെ നമുക്ക് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീച്ചറായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ആക്സിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഉള്ള ആക്സിലേറ്റർ ആണ്, ഫയർ അല്ല, ആക്ച്വലി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ് ആക്സിലേറ്റർ വരുന്നത്. ഇതാണ് കീ വരുന്നത്, കീലൊന്നും മാറ്റമൊന്നുമില്ല. നല്ല ഒരു ട്രൈമിൻ്റെ ബാഡ്ജ് ഉണ്ട് കേട്ടോ, നല്ല രസം കാണാനായിട്ട്. ഇനി ക്ലസ്റ്ററിൽ മാറ്റങ്ങളൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം കൺട്രോൾസ്, കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കണക്ടിവിറ്റി എല്ലാം ഉണ്ടോ. അത്യാവശ്യം രസകരമായിട്ടുള്ള ഒരു ക്ലാസിക് ഫീലുള്ള ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ വരുന്നുണ്ട്, നമുക്ക് ഇതിനകത്ത് 180 വരെ ഉണ്ട്. 140 റേഞ്ചൊക്കെയാണ് ടോപ്പ് സ്പീഡ്, 147 ഒക്കെ ടോപ്പ് സ്പീഡ് വരും. ന്യൂട്രൽ ഏത് ഗിയറിലാണ്, RPM, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്ക്രീൻ തന്നെ അറിയാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു റൈഡൊക്കെ പോകുന്ന സമയത്ത് USB ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ പ്രൈസ് ചേഞ്ച് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. നമുക്ക് ഓരോ ഗിയറിലും വണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മൾ പഴയ സ്പീഡ് 400 അതേ സ്പീഡിൽ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു പവർ വേരി ചെയ്തപ്പോൾ ഒരു 550cc ഡ്രോപ്പ് ഒരു കാരണവശാലും നമുക്ക് എങ്ങും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒന്ന് 50cc ഉണ്ടെങ്കിലും പവർ ഫിഗേഴ്സിൽ ചെറിയ ഡ്രോപ്സാണ് വന്നിരിക്കുന്നത്. ടോപ്പ് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിൽ വലിയ ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല, റോട്ടിൽ റെസ്പോൺസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ 400 ഓടിച്ചിരുന്ന ആർക്കും ഇത് ഓടിച്ചാൽ പോലും വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. അത് തന്നെയാണ് ഒരു റിയൽ എക്സ്പീരിയൻസ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ബാക്കി ഇതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. കാരണം ഒരു ടോട്ടലി ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും അതുപോലെ വൈബ്രേഷൻ്റെ ലെവലും എക്സ്ട്രീം കുറവാണ്. പിന്നെ അതുപോലെ വണ്ടിയുടെ സൗണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സൗണ്ടാണ്. ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഫീൽ നമുക്ക് തീർച്ചയായിട്ടും തരുന്ന ഒരു വാഹനമാണ്. രണ്ട് കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഡ്രൈവ് കൊടുത്തിട്ടില്ല. ഈ ഒരു പവറിൽ വരുന്ന വേരിയേഷൻ ഇത് ഒരു രീതിയിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന ബ്രേക്കിംഗ്, ഓവറോൾ വണ്ടിയുടെ ഒരു സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഒക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. വൈബ്രേഷൻ ലെവൽ ഒന്നുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ രസമുണ്ട് വണ്ടി ഓടിക്കാൻ. ഒരുപാട് ദൂരം ഓടിക്കണമെന്നുണ്ട്, പക്ഷേ ചെന്നൈയിലെ ചൂട് കാരണം നമ്മൾ ഒത്തിരി ദൂരം ഓടിക്കുന്നില്ല. ചെറിയ ദൂരത്തിൽ ഓടിച്ച് വണ്ടി റൈഡും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് വണ്ടി ടോട്ടലി കിട്ടിയത്. റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡ് ആ ഒരു ബഡ്ജറ്റ്, ഒരു 3 lakhs ബഡ്ജറ്റിനകത്ത് വണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ കുറച്ചുകൂടെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാം.